ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഇന്ത്യൻ സിനിമയിൽ നാം ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പരീക്ഷണങ്ങൾ നടത്തുകയാണ്. വിഷ്വൽ എഫക്ട്സിലെ മായാജാലം മുതൽ ചലച്ചിത്രങ്ങളുടെ സമസ്ത മേഖലകളിലും ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ സങ്കേതങ്ങൾ പ്രകടമാണ്. ചലച്ചിത്ര ഭാഷയും AI സങ്കേതത്തിന്റെ സഹായത്തോടു കൂടിയാകുമ്പോൾ സിനിമയുടെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ അമ്പരിപ്പിക്കുന്ന പൂർണ്ണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തുടർച്ചയായാണ് ഇന്ത്യൻ മിത്തോളജിയിലെ സൂപ്പർ ഹീറോ ഹനുമാന്റെ AI അവതാരം എത്തുന്നത്. ഹനുമാൻ ഇനി AI സ്ക്രീനുകളെ ത്രസിപ്പിച്ചുകൊണ്ട് ഒരു വരവ് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ദേശീയ അവാർഡ് ജേതാവായ ചലച്ചിത്രകാരൻ രാജേഷ് മബുസ്കർ ഇന്ത്യയിലെ ആദ്യ AI ചിത്രമായ ചിരഞ്ജീവി ഹനുമാൻ ദ എറ്റേണൽ എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ഹനുമാന്റെ ഇതിഹാസ കഥ പറയാൻ ഇന്ത്യയുടെ കഥപറച്ചിൽ പാരമ്പര്യത്തെ ആധുനിക AI സാങ്കേതിക വിദ്യയുമായി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഒരുക്കുന്നത്. വിക്രം മൽഹോത്രയുടെ അബുഡൻഡ്യ എന്റർടൈൻമെന്റും കളക്റ്റീവ് മീഡിയ നെറ്റ്വർക്സ് ഹിസ്റ്റോറിവേഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ 2026 ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. വെന്റിലേറ്റർ എന്ന മറാത്തി സിനിമയ്ക്ക് ദേശീയ അവാർഡ് നേടിയ മബുസ്കർ മുന്നാഭായ് MBBS, ലഗേ രഹോ മുന്നാഭായ് തുടങ്ങിയ ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചിരഞ്ജീവി ഹനുമാൻ ദ എറ്റേണൽ പുതുമകൾ സ്വീകരിക്കുന്ന ഒരു ചിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യകളെ പരീക്ഷിക്കുക എന്നത് ആവേശകരവും അതുപോലെ തന്നെ ആശങ്ക ഉളവാക്കുന്നതുമാണ്. വിവിധ വിഭാഗങ്ങളിൽ പരീക്ഷണം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമാണെന്നും ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുക്കുന്ന ചിത്രം ഇന്ത്യയുടെ പൈതൃകത്തെ ആദരിക്കുകയും ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഭാവിക്ക് വഴികാട്ടുന്ന ഒരു ചിത്രം ഒരുക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിക്രം മൽഹോത്രയ്ക്കും വിജയ് സുബ്രഹ്മണ്യത്തിനുമൊപ്പം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രം ഒരുക്കാൻ കഴിഞ്ഞതിൽ താൻ ആവേശഭരിതനാണെന്നും ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ നന്ദിയുള്ളവനാണെന്നും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആകർഷകമായ ഒരു കഥ സൃഷ്ടിക്കുന്ന എഴുത്തുകാരുടെയും ഗവേഷകരുടെയും ടീമിനൊപ്പം പ്രവർത്തിക്കാനും താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ സിനിമ ചലച്ചിത്ര നിർമ്മാണത്തിന്റെ ഭാവിയിലേക്ക് ഉള്ള ഒരു പുതിയ ചുവടുവെപ്പാണെന്ന് മൽഹോത്ര പറഞ്ഞു. രാജേഷിന്റെ സൃഷ്ടിയുടെ വലിയ ആരാധകനാണ് താനെന്നും രാജേഷിന്റെ ചിത്രങ്ങളിലൂടെ എല്ലാ പ്രേക്ഷകരെയും വൈകാരികമായി സ്വാധീനിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് ക്രാഫ്റ്റ്, കഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ ധാരണ, പുതിയ സൃഷ്ടികളെ പരീക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ജിജ്ഞാസ എന്നിവ ശ്രദ്ധേയമാണെന്ന് വിജയ് പറഞ്ഞു. ഈ ചിത്രം AI കുറിച്ചല്ല, മറിച്ച് കാലാനുസൃതമായി സിനിമയെ ഉയർത്താൻ വളർന്നു വരുന്ന സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. കളക്റ്റീവ് ആർട്സ് നെറ്റ്വർക്സിന്റെ സാങ്കേതിക വിഭാഗമായ ഗാലറി 5-ലെ 50-ലധികം എഞ്ചിനീയർമാരുടെ ഒരു സംഘമാണ് സാഹിത്യകാരുമായും എഴുത്തുകാരുമായി ചേർന്ന് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ നിന്നുള്ള കഥകൾ സർഗാത്മകതയുടെയും സാങ്കേതികതയുടെയും അതിരുകൾ മറികടന്ന് തലമുറകളിലേക്ക് പകരാൻ ഹനുമാന്റെ കഥയുടെ ചെറിയൊരു ഭാഗം അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ലക്ഷ്യമെന്ന് കളക്റ്റീവ് ആർട്സ് നെറ്റ്വർക്സിന്റെ സ്ഥാപകനും ഗ്രൂപ്പ് CEO-യുമായ വിജയ് സുബ്രഹ്മണ്യം പറഞ്ഞു. പുതിയ പരീക്ഷണങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമയെയും നെഞ്ചോട് ചേർക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ.